ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അക്കീസ് വ്ലോഗ്. ഇന്ന് നമുക്ക് നാച്ചുറൽ ആയിട്ടൊരു ഫേസ് പാക്ക് നോക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ പറഞ്ഞാൽ അരിപ്പൊടി, കട്ട തൈര്, നാടൻ മഞ്ഞൾ, പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ്. കസ്തൂരി മഞ്ഞൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഓയിലി സ്കിന്നുള്ളവർക്ക് തൈര് ചിലപ്പോൾ അലർജി അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, പാൽ ഉപയോഗിക്കുക. പിന്നെ മഞ്ഞൾ അലർജി ഉള്ള ചില ആളുകൾ ഉണ്ടാവും, അപ്പോൾ ആ മഞ്ഞൾ ഉപയോഗിക്കേണ്ട. മുഖമൊക്കെ ആകെ ഒരു കരിവാളിപ്പും അതേപോലെ തന്നെ ഒരു മങ്ങലൊക്കെ തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് ഉപയോഗിക്കുക. ആഴ്ചയിൽ 2 വട്ടം ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണ്. അതിന് ഞാൻ 1 സ്പൂണ് അരിപ്പൊടി എടുത്തു, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, നല്ല കട്ട തൈര് 1 സ്പൂൺ എടുത്തു, 2 സ്പൂണ് തൈര് എടുത്തു. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഗൈസ്, ആവശ്യത്തിനുള്ളത് എടുത്താൽ മതി. നമ്മളെപ്പോഴും അന്നന്ന് യൂസ് ചെയ്യേണ്ട ഫേസ് പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, എടുത്ത് വെക്കാൻ നമുക്ക്. പക്ഷേ ഏറ്റവും നല്ലത് അന്നന്നത്തേക്കുള്ളത് ഉണ്ടാക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇതിൽ ചേർക്കണോണ്ട് തന്നെ നമ്മൾ രാത്രിയിലൊക്കെ ഈ ഫേസ് പാക്ക് ഉപയോഗിക്കാവും നല്ലത്. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിനി നമ്മൾ മുഖത്ത് നല്ലോണം പുരട്ടണം. അപ്പം ഗൈസ്, നല്ലോണം പാക്ക് മുഖത്ത് പുരട്ടുക. ഇനി ഈ അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ വളരെയധികം സുഖമാണ്. ഒരാഴ്ച 2 വട്ടമൊക്കെ ചെയ്താൽ മതി. അപ്പം തന്നെ നല്ല റിസൾട്ട് കാണാം. ഫേസൊക്കെ നല്ലോണം ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ആവണം. ഞാനിത് തേക്കുമ്പോൾ തന്നെ ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ണിൻ്റെ ഈ തടത്തിൻ്റെ അവിടെയൊക്കെ കറുപ്പുണ്ടെങ്കിൽ അവിടെയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക. വേണ്ട, അതുപോലെ തന്നെ നമ്മൾ കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം ഡ്രൈ ആവണ്ട. അപ്പോഴേക്കും ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളയുക. സോപ്പ്, ഫേസ് വാഷ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാം. ഇങ്ങനെ മുഖം ഇങ്ങനെ വലിഞ്ഞു മുറുകില്ലേ, ആ ഒരു സ്റ്റേജിക്കൊന്നും പോകണ്ട. ഒരു കാമണിക്കൂറൊക്കെ മതിയും. കാരണം ഇത് പെട്ടെന്ന് എന്താ പറയുക, മുഖത്ത് പിടിക്കാൻ. നല്ലോണം ഡ്രൈ ആവരുത് കേട്ടോ. അതിൻ്റെ മുന്നേ സ്ക്രബ് ചെയ്തിട്ട് കളയുക. ഒരു കാമണിക്കൂർ കൂട്ടിക്കോളൂ. ഈ ഫേസ് പാക്ക് ഇട്ടിട്ട് കാമണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ നല്ലോണം ഒന്നും കൂടി ഞാൻ മുഖത്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ അരിപ്പൊടി ആവുകൊണ്ട് തന്നെ കണ്ടോ, സ്ക്രബ് ചെയ്യുമ്പോഴൊക്കെ അത് വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, കുറേ ചളിയിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ ഈ അരിപ്പൊടി ഉപയോഗിച്ചിട്ട്, അരിപ്പൊടി മഞ്ഞളും ഇതൊക്കെ ആവുകൊണ്ട് ഇങ്ങനെ പിന്നെ ഫേസ് നല്ല തണുപ്പാട്ടോ. ഈ കട്ട തൈരാവുകൊണ്ട് നല്ലോണം ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക.
ഗൈസ് നല്ല സ്ക്രബ് ചെയ്യുമ്പോൾ എങ്ങനെയോ. ഇപ്പം നമുക്ക് വാഷ് ചെയ്യാം. ഇപ്പോൾ 1/4 മണിക്കൂറായി ഞാൻ ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊന്ന് വാഷ് ചെയ്യാം. മുഖം കഴുകുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം പെട്ടെന്ന് മനസ്സിലാവും. എനിക്ക് എൻ്റെ ഫേസ് ആദ്യമുള്ളതിനേക്കാളും കുറച്ചും കൂടി ഗ്ലോ വന്ന പോലെ തോന്നി. പാക്ക് ഇട്ടതിന് ശേഷമുള്ള എൻ്റെ മുഖമാണത്. ഞാൻ കുറച്ച് പൊട്ടും കുറിയൊന്നും ഇട്ടുള്ളൂ. വേറൊന്നും ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടില്ല. സൺസ്ക്രീമൊക്കെ ഞാൻ ഉപയോഗിക്കുന്നതാണ്, പക്ഷേ ഇന്ന് അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 100% ഒരു നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. ആഴ്ചയിൽ ഒരു 1-2 വട്ടമൊക്കെ ചെയ്ത് നോക്കുക. ഒരു ഞായറാഴ്ചയൊക്കെ എടുത്ത് ചെയ്യുക. 2 ഞായർ ചെയ്താൽ പോരെ. എന്തായാലും ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നല്ല മാറ്റം കാണും. നിങ്ങളുടെ മുഖം നല്ലോണം തിളങ്ങും. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ അച്ഛനാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും വീഡിയോസിൽ അച്ഛ വിളിച്ചിട്ട്. അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ ഇവിടേക്ക് വന്നിട്ട് ഇപ്പൊ 2 മാസമായി. അച്ഛാ 2 മാസം ഞങ്ങളുടെ അടുത്ത് ഉണ്ട് അച്ഛൻ. നാളെ ഞാൻ വീട്ടിൽ പോവാണ്. അപ്പൊ ഇനി വീണ്ടും കാണാം. ഇനി അടുത്ത വ്ലോഗ് തൊട്ടിട്ട് അമ്മയായിരിക്കും. അപ്പൊ ഓരോരുത്തരും ഞങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി നിൽക്കാൻ വരികയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കമൻസ് അയയ്ക്കുക. അപ്പോൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ.